അച്ചമ്മേ ഫോൺ ബെല്ലടിക്കുന്നത് കട്ടായോ? മച്ചമ്മേ ഫോൺ ബെല്ലടിക്കുന്നത്. ഓ കേട്ടടേ, ഓരോ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കാന്ന് വെച്ചാൽ സമ്മതിക്കൂല. വരുന്നു രാവിലെ മനുഷ്യനെ ഇച്ചിരി സ്വസ്ഥമായിട്ട് കക്കൂസിരിക്കാനും സമ്മതിക്കൂല. ആർക്കാണ് ഇത്ര ബഹളം? ഞാൻ ചായയുടെ പറയുന്നുണ്ട് വന്നപ്പോഴത്തേക്ക് കട്ടായി പോയി. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തിനു ശർമ്മളെ രാവിലെ എങ്ങനെ വേറെ നടന്ന് വിളിക്കുന്നേ? കെ പി അജീഷ് ആണോ? ഇല്ലേ? അതല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? അതാ പറ്റേ ഞാൻ ഇവിടെ വരും പയ്യനോട് സംസാരിച്ചോളാം. ഓ ഞാൻ വരും. ശരി വെച്ചാരേ. ശർമ്മള ചേച്ചി രാവിലെ ഇന്ന് ലീവ് വേണമെന്ന് പറയാൻ വിളിച്ചതാ. ലീവല്ല, വേറെ ഒഫീഷ്യൽ കാര്യങ്ങൾ പറയാൻ വിളിച്ചത്. കോളത്തെ ലക്ഷണം ഉണ്ടല്ലോ, മുഖത്തൊരു തെളിച്ചം. എന്ത്? ആരെ കെ പി അജീഷ്? ഇടേ അതെ, നമ്മുടെ ഈ VSSCയുടെ ക്യാൻറ്റീൻ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ബ്രഹ്മൻ എന്ന് പറഞ്ഞ ആലപ്പുഴയുള്ള, അവനാണ് കോൺട്രാക്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ 8-10 സ്റ്റാഫിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ സ്റ്റാഫിനെ കൊടുക്കണമെങ്കിൽ അതിൽ പോലീസിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് അവിടെ നിർത്താൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയാണോ? അതിപ്പോൾ ഈ ഒരു ചെറുക്കന് മാത്രം കിട്ടിയില്ല, കെ പി അജീഷ് എന്ന് പറഞ്ഞാൽ അവന് കിട്ടിയില്ല, ബാക്കി എല്ലാവർക്കും കിട്ടി. അതിന് എന്ത് കേസാണെന്നോ? അത്രയ്ക്ക് വലിയ കുഴപ്പക്കാരനാണോ? കുഴപ്പം അതൊക്കെ പാവം കേസുകൾ. ഇത് എന്താണെന്ന് അറിഞ്ഞൂടാ. ഇനി അവൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, നോക്കാം. അങ്ങനെ വിളിച്ചോ? ഞാൻ ഇന്നലെ വിളിച്ചില്ല. അവിടെ എന്ത് പറഞ്ഞു? പറഞ്ഞ കാര്യം എന്നാലും അമ്മാവിൻ്റെ വീട്ടിൽ പോകാനുള്ള അവസ്ഥ അറിയാമല്ലോ. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അമ്മാവൻ അവിടെ പിടിച്ചു നിർത്തും. 2 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ മതി. അവിടെ ഇല്ലാത്തോണ്ട് ആകെ ഒരു കാര്യങ്ങളൊന്നും ഒരു ഇതില്ലെന്നേ. ഉള്ളപ്പോൾ ഗുണഗുണാന്ന് പറഞ്ഞ് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. ഇല്ലാത്തപ്പോൾ വില മനസ്സിലായല്ലേ? എന്ത് അതൊന്നും പറയുന്നത് എനക്ക് മനസ്സിലാവൂല. അന്ന് മനസ്സിലാവാത്ത ഞാൻ കല്യാണം കഴിച്ചിട്ട് എവിടെയാണ് നീ എവിടെയാണ്? ഇവിടെ ഭാര്യയും ഭർത്താവും പോകും, 1-2 ഒക്കെ പറയുമ്പം ഭാര്യ അതിൻ്റെ ദേഷ്യത്തിൽ അടുക്കളയിൽ നിന്ന് പാത്രമൊക്കെ എടുത്ത് തറയിട്ട് 2 ഭർത്താവിനൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞ് തിരിച്ച് പറഞ്ഞ്, അതൊക്കെ ഒരു കുടുംബജീവിതത്തിൻ്റെ ഒരു രസകരമായൊരു മുഹൂർത്തങ്ങളാണ്. അതൊക്കെ അനുഭവിക്കണമെങ്കിൽ യോഗം വേണം. ഒന്നും പറയണ്ട. അത് വിട്. രാവിലെ കഴിക്കാൻ വേണം, അപ്പം വേണോ, ദോശ വേണോ, ഉപ്പ് വേണോ? നീ എന്ത് ജാതകം നോക്കണോ ഇതൊക്കെ ഉണ്ടാക്കാൻ? അല്ല, തിങ്കളാഴ്ച അപ്പം, ബുധനാഴ്ച പൂരി, വെള്ളിയാഴ്ച ഉപ്പുമാവ്, ഇതിലേത് വേണം പറ. എടേ നീ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കിയ? ഇല്ലല്ല, ഇനിയിപ്പോ നീ ഉണ്ടാക്കണ്ട. എനിക്കതിനുള്ള സമയമില്ല. ഞാൻ നായര കടയിൽ നിന്ന് കഴിച്ചോളാം. എങ്കിൽ എനിക്കുള്ള കാപ്പിയോടെ പറഞ്ഞു, ഞാൻ പോയി കഴിച്ചോളാം. എന്തോ നീയല്ലേ നാളെ നായര കട കൊള്ളൂല, വായിക്ക് കൊള്ളൂല എന്ന കുറ്റം കുറെ പറഞ്ഞല്ലേ? അല്ല വേണ്ട, അത് വേണ്ട. നീ ഇവിടെ ഉണ്ടായി കഴിച്ചാൽ മതി. പിന്നെ അമ്മാവന് പനി എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാ? പനിയാന്ന് പറഞ്ഞു, അമ്മനൊന്നും ചോദിച്ചില്ല. ഇപ്പൊ അങ്ങോട്ട് പോകാത്തോണ്ട് നീ അതിന്റെ പരാതി കേൾക്കും. എന്തായാലും ഒന്ന് വിളിക്കാം. ചായ എങ്ങനെയുണ്ട്? ചായ വാട്ട ചായ. സാറേ അവിടെ സാറേ കെ പി അജീഷ്. അതാ വരുന്ന അജീഷ്. നമസ്കാരം സാറേ. കെ പി അജീഷ് സാറേ. മിടുക്കനാണല്ലേ കെ പി അജീഷ്. നമ്മുടെ ക്ലിയറൻസ് സാറേ കിട്ടിയില്ല അല്ലേ? ഇല്ല സാറേ. കെ പി പോലീസ് ക്ലിയറൻസ് കിട്ടാതിരിക്കാൻ എന്തെങ്കിലും പോലീസ് കേസ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? സാറേ അങ്ങനെ ഒരു വിഷയമില്ല. ഇല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഒരു 2022 ആ ഒരു കാലഘട്ടത്തിലുള്ള കാര്യം. ജനുവരി 16 നമ്മുടെ PP ബിജു വിളിച്ചു പറഞ്ഞ് ഒരു നല്ല അടിപൊളി തല്ല് നടപ്പുണ്ട്, നീ വന്ന ഇപ്പൊ കാണാൻ. PP ബിജു അതെ നമ്മുടെ ഒരു കൂട്ടുകാരനാ. പക്ഷെ എന്ത് കാര്യമില്ല. പക്ഷെ ഒരു കാര്യം എന്താന്ന് വെച്ചാ, അവിടെ ചെന്നു, ഞാൻ തല്ല് കണ്ടോണ്ടിരുന്നു. എന്നെ ഒരു പോലീസുകാരൻ തൂക്കിയെടുത്തോണ്ട് പോവുകയും ചെയ്തു. പിറ്റേ ദിവസം പത്രത്തിൽ 25ാമത്തെ പ്രതി ഞാൻ കാണാൻ പോയി. തല്ലിയില്ല. ഇതൊരു കഷ്ടമാണ് പോലീസുകാർ. അല്ല, പക്ഷെ കളർ ഫോട്ടോ പത്രത്തിൽ വന്നു. ഫോട്ടോയും വന്നു. അടിപൊളി കളർ ഫോട്ടോ. ഇതുപോലെ നിൽക്കണം ചിരിച്ചോണ്ട്. അത് ശരി. അപ്പൊ അതാണ് കേസ്. ഇതാണ് ഈ പോലീസുകാരൻ. നമ്മൾ ഇനി ഒരിക്കലും PP ബിജു അല്ല, അവന്റെ അച്ഛൻ വിളിച്ചാലും തല്ല് കാണാൻ പോകരുത്. ഇനി ഞാൻ നിർത്തി. മാമനും അച്ഛനും കൂടി തല്ല് നടത്തി. എന്നിട്ട് പോലും ഈ KP അജീഷ് പോയിട്ടില്ല. പോരുത്. ഇല്ല, നല്ലത്. ആ പരിപാടി നിർത്തി. അപ്പൊ ആ വിഷയത്തിന് ശേഷം ആണ് പ്രശ്നങ്ങൾ അല്ലേ? അതെ. ജോലിക്ക്
പോകാനൊന്നും പറ്റാതെ അങ്ങനെ ആകെ പെട്ടുപോയി പയ്യെ. ഒന്നും പറയണ്ട സാറേ. ഇനി അങ്ങോട്ട് ഒന്ന് റെഡിയായി വരണം. സാറൊന്ന് സഹായിച്ച എല്ലാ കാര്യങ്ങളും നോക്കാം. ഞാൻ ഈ ക്ലിയറൻസ് എങ്ങനെയെങ്കിലും. ഇതാരാ ക്ലീറ്റോ ചേട്ടാ? ഇത് KP അജീഷ്. സ്നേഹമുള്ളവരെന്നെ KP എന്ന് വിളിക്കും. ഓ അല്ലെ, ഇവിടെ എന്താ? നമ്മുടെ വി ഹെൽപ്പിലെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള. ഞാനാണ് ഏറ്റവും അവസാനം രജിസ്റ്റർ ചെയ്തത്. KP അജീഷ്. അതെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫീസ് അടച്ചിട്ടില്ല. ഫീസൊക്കെ അത് ഇതിനകത്തുണ്ട് സാർ. ഉണ്ട്. എല്ലാ സാധനവും ഉണ്ട് സാർ. ആ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഒപ്പിക്കാം. പിന്നെ എന്റെ അളിയ SI അവിടെ ഉണ്ടോ? പോയി. സ്റ്റേഷനിൽ പോയോ? എന്നോട് പറഞ്ഞില്ലല്ലോ അവൻ. ഉച്ചക്ക് ഊണഴിക്കാൻ വരും. വരും അല്ലേ? സ്റ്റേഷനിൽ തന്നെ കാണുമോ? അതറിയത്തില്ല. അപ്പം PP അല്ല സാർ, KP. KP നേരെ ഇവിടുന്ന് പൂജപ്പുര സ്റ്റേഷനിലോട്ട് പോവുക. അവിടെ ചെന്നിട്ട് SI എന്റെ അളിയനാ. അവിടെ ചെന്നിട്ട് കനകൻ സാറിനെ ചോദിക്കണം. കനകൻ സാർ. എന്നിട്ട് പുള്ളിയെ കണ്ടിട്ട് പറയണം ഇവിടുന്ന് ക്ലീറ്റോ അളിയൻ പറഞ്ഞിട്ട് വരുന്നതാണ്. അളിയൻ പറഞ്ഞിട്ട് വരുന്നതാണ്. ആ ക്ലിയറൻസ് പേപ്പർ ഒന്ന് ഒപ്പിട്ട് തരണം എന്ന് പറയണം. പറഞ്ഞു തീരുമ്പോൾ തന്നെ അളിയൻ പേന എടുത്ത് ഒരു പശു വരച്ച് സാധനം കൈ തരും. അതോടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞു. ധൈര്യമായിട്ട് പോയിട്ടോ. ഓക്കെ, എന്നാ പോകട്ടെ. അത് കഴിഞ്ഞാല് നമ്മുടെ ഇടപാടുകൾ ക്ലിയർ ചെയ്തോളാം. ഒരു കാര്യം ചെയ്തു, ഇത് വെച്ചു. അതും വേണ്ട. വിശ്വാസമൊക്കെ ഉണ്ട്. ക്ലിയറൻസ് പേപ്പർ മേടിക്കാൻ നോക്കുക കേട്ടാ. ക്ലീറ്റസ് അളിയൻ. കനക. ഓക്കെ, ശരിയാണ്. പോട്ടെ സിസ്റ്റർ. KP അജീഷ് വന്നിട്ട് കാണാം കേട്ടോ. പോട്ടെ. പാവം. ക്ലീറ്റോ ചേട്ടാ, എന്ത് ജോലിക്കാ രജിസ്റ്റർ ചെയ്തേക്കുന്നത്? അസിസ്റ്റന്റ് പൊറോട്ട മേക്കർ. പൊറോട്ട അടിക്കാനാ? ആ വേഷമൊന്നും നോക്കണ്ട. അവൻ ലുങ്കിയിലും ടീഷർട്ടിലും കേറണം. 1 മണിക്കൂറിൽ 500 പൊറോട്ട അടിച്ച് തള്ളും. അയ്യോ, മണ്ടത്തരമായി പോയി. അവനെ വിളിച്ച് 10 പൊറോട്ട അടിപ്പിച്ചാൽ നമ്മുടെ കാപ്പുകൂടി നടന്നേനെ. ആക്കെ ജോലിയിലേക്കുള്ള ഒരു ഇന്റർവ്യൂ ആയേനെ. അത് VSSC നടത്തിക്കോളും. അവരെയാണ് ആവശ്യം. നീ അവിടെ വെച്ചേക്കണം മാവ് വെച്ചിട്ട് പുട്ട് തള്ളു. അവിടെ കാപ്പിക്ക് എന്തുണ്ട്? ഒന്നുമില്ല. ഇയാള് തരണ്ടേ? ഞങ്ങള് രണ്ടുകൂടെ പോയി നായരേട്ടന്റെ കടയിൽ നിന്ന് കഴിച്ചോളാം. നായര കടയിൽ നിനക്കൊന്നും തരരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇവിടെ നിന്ന് തള്ളാതെ പുട്ടിന്റെ മാവ് ഇരിപ്പുണ്ട്. അതുണ്ടാക്കി പുട്ട് തള്ളി അങ്ങോട്ട് തിരികെ കേട്ടോ. ഞാൻ നായര കടയിൽ നിന്ന് കഴിക്കും. എലിപ്പണ്ണെ, പുട്ടുകൂടി വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റുമോ? പുട്ടുകൂടി വെച്ച് പുട്ട് തള്ളാനേ പറ്റുള്ളൂ. ഇവിടെ ഒരു മനസ്സാക്ഷി ഇല്ല. 2 ആണുങ്ങൾ ഇവിടെ പച്ചപ്പറക്കനെ പട്ടിണി കിടക്കും. ഇയാൾക്ക് എങ്ങനെ കാപ്പി തരാതിരിക്കാൻ തോന്നി? മൈറ്റോർസ് നേരത്തെ പറഞ്ഞ കേട്ടാ. ആ ഡോക്ടറിന്റെ അടുത്ത് ഒന്നുകൂടെ പോണം. ചുമ അങ്ങ് മാറണില്ല. ചുമ അങ്ങ് മാറുന്നില്ല. കാണിക്കാൻ കഴിച്ച് സിറപ്പ് തീർന്നു, പക്ഷെ ചുമ മാറിയില്ല. ക്ലീറ്റോ ചേട്ടാ വാ, ചോറെടുത്ത് വെച്ച് കഴിച്ചു തുടങ്ങിയ വർത്തവിന്റെ സംസ്ഥാന സമ്മേളനം നിന്റെ പ്ലേറ്റ്. ഏട്ടൻ എല്ലാ ദിവസവും വർത്തമാനുണ്ടെങ്കിൽ ചോറ് ഈ കുറച്ച് മതി. അല്ലയാ, ഞാൻ ഒരു ഗടി അങ്ങോട്ട് പറഞ്ഞു വിട്ടിരുന്ന ഒരു KP അജീഷ് ആ ക്ലിയറൻസിന് വേണ്ടിയിട്ട്. അത് നമ്മളെ വി ഹെൽപ്പിന്റെ കൊട്ടേഷനാണ്. ഒന്ന് കയറ്റി വിട്ടേക്കണേ. എവിടെ കയറ്റി വിടാൻ? അത് നടക്കുന്ന ലക്ഷണമില്ല. അത് ഞാൻ എന്റെ പോലീസുകാരോട്ട് അന്വേഷിപ്പിച്ചായിരുന്നു. അവരുടെ കേസിൽ 25-ാം പ്രതിയാണ്. ഇതിനാണോ നീ ഇങ്ങനെ മസിൽ പിടിച്ച് ഇവിടെ ഇരുന്നത്? എന്റെ പൊന്നളിയാ, അടി നടന്നപ്പോൾ അവനൊന്ന് കാണാൻ പോയി. കാണിയായിട്ട്, പ്രേക്ഷകനായിട്ട്. ഏതോ വിവരമില്ലാത്ത പോലീസുകാർ അവനെ പിടിച്ച് ആ പ്രതിയാക്കി. ആ കുരിശ് അവന്റെ തലയിൽ വെച്ചു കൊടുത്തു. അങ്ങനെയാണ് അവൻ 25-ാം പ്രതി ആയത്. അല്ലാതെ അവൻ കുഴപ്പക്കാരനൊന്നും അല്ല. എന്റെ പൊന്നളിയാ, 25 അല്ല 250-ാം പ്രതിയാണെങ്കിലും പ്രതിയാണ്. നീ വെറുതെ അതിനെ വെള്ളവശം നിൽക്കല്ലേ. സഹോദര, ഇവിടെ ആരും വെള്ള പൂശേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ അവൻ ഒരു നിരപരാധിയായ ചെറുപ്പക്കാരൻ. അവനെ നിങ്ങൾ കൊലപാതകി ആക്കരുത്. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അളിയാ, നീ എന്തൊക്കെ പറഞ്ഞാലും അവന് ക്ലിയറൻസ് എടുക്കാൻ പറ്റില്ല. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ അവനെ നിന്റെ അടുത്ത് പറഞ്ഞു വിടരുതായിരുന്നു. എടാ, നിനക്ക് മനുഷ്യന്റെ രൂപമുള്ളൂ, മനുഷ്യന്റെ ഒരു ഗുണഗണങ്ങളും ഇല്ല. അല്ലാതെ എല്ലാ ഗുണങ്ങളും தெரிஞ்ச ഒരാളുണ്ടല്ലോ, നീ സമ്മതിച്ചേ? എടാ, ഞാൻ അവസാനമായിട്ട് ചോദിക്കണം, നിനക്ക് ആ ക്ലിയറൻസ് കൊടുക്കാൻ പറ്റൂല്ലേ? നീ ഇപ്പൊ അവസാനം ചോദിച്ചില്ലേ? അതിന്റെ ഉത്തരം ഞാൻ ആദ്യമേ പറഞ്ഞു, നടക്കൂല. നീ വെല്ലുവിളിക്കരുത്, ക്ലീറ്റോയെ വെല്ലുവിളിക്കരുത് കേട്ടാ. നീ ആള് തരം കണ്ട് കളിക്കുക, ഇല്ലെങ്കിൽ നിന്റെ ഊപ്പാട് ഒരേ അളിയാ. എന്തുവാണ് ക്ലീറ്റോ ചേട്ടാ ഇത്? എന്റെ ലില്ലിമോളെ, കുടുംബത്തിന് ഉതകാത്ത ഒരുത്തൻ്റെയാണ് നീ ചെന്ന് പെട്ടെന്നുള്ള ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഞാൻ ഒരു കാര്യം ചെയ്യാം, പോലീസ് സ്റ്റേഷനും കോടതിയെ കുടുംബത്തെ വിളിച്ചോണ്ട് വരാം. ഡേയ്, 1000 SI-മാരിൽ ഒരു SI മാത്രമാണ് നീ. നീ എന്നെ വെല്ലുവിളിക്കരുത്. ഒരുപാട് SI-മാരെ കണ്ടിട്ടുള്ളതാണ് ഞാൻ ജില്ലാ നേതാവായിരുന്ന സമയത്ത് CA റാങ്കിലുള്ളവരുമായിട്ട് മാത്രമേ സംസാരിക്കാറുള്ളൂ.
പക്ഷെ എവളെ നീ കെട്ടിയതാണ് എന്റെ ഗതികേട്. ചുമ്മാ വളവള സംസാരിക്കാൻ എടുത്ത് കഴിക്കാൻ നോക്ക്. നീ നോക്കിക്കോ, നിന്നെ കൊണ്ട് തന്നെ ഞാൻ ഈ ക്ലിയറൻസ് ശരിയാക്കിപ്പിക്കും. ഞാൻ കാണിച്ചേ കേട്ടോ. കഴിച്ച് അയ്യോ വേണ്ട, ഇത് തിന്നണേന്ന് വല്ല വിഷം വാങ്ങിച്ച് തിന്നണേന്ന് നല്ലത്. ഇങ്ങനെ വൃത്തിയായിട്ടോന്റെ ചോറ് എന്നാ നിൽക്കുന്നത്. എന്തുവാണെങ്കിലും ഈറ്റോ ചേട്ടാ എടുത്ത് വെച്ചേക്കുന്നു. നോക്കിക്കോ. വേണ്ട മോളെ, ലില്ലി മോളെ വേണ്ട. നീ തരും, ഇത് നീ ശരിയാക്കി തരും. ഇനി നടക്കാത്ത കാര്യം എങ്ങനെ നടക്കുമെന്ന് പറയാൻ? അത് നടക്കൂല. എന്തായാലും അത്യാവശ്യം കാണുമെന്ന് പറഞ്ഞ കാര്യമുണ്ട്. എന്തു കാര്യം? കാര്യമാണ്. ചായ വേണ്ട, ഞാൻ ചായ കുടിച്ചോളൂ. അളേ എനിക്ക് അത്യാവശ്യമുണ്ട്, പെട്ടെന്ന് പറയാൻ. ജില്ലാ കമ്മിറ്റിക്ക് പോവാങ്ങ. ഞാൻ കാണാത്ത ജില്ലാ കമ്മിറ്റി ഒന്നും അല്ലല്ലോ. സാറേ, ഞാൻ വിളിച്ചതേ, എനിക്ക് നമ്മുടെ ഈ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഒന്ന് സെറ്റ് ചെയ്യണം. അതിന് നമ്മുടെ പാർട്ടിയിൽ ഇപ്പൊ ഏറ്റവും പറ്റിയ ആരെ ഞാൻ കാണണം ഒന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനില്ല എന്തുപോലെ കുറുന്തോട്ടിക്ക് വാദമല്ല, പിത്തം. ഇത് ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറ. അളിയന്റെ വീട്ടിൽ വലിയ പോലീസ് ഓഫീസർ ഉള്ളതല്ലേ, പിന്നെ നമ്മൾ എന്തിനാണ് പോലീസ് സ്റ്റേഷനിലെ കാര്യം സാധിച്ചേർന്നത്? ആ പോലീസ് നിയമം വഴി നടക്കാത്തോണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് ചോദിക്കണത്. അപ്പം വീണ്ടും നിങ്ങൾ തമ്മിൽ തെറ്റിയാ? നീ ആ വിഷയം വിട്. ഞാൻ ഈ ചോദിച്ചതിന് ഇപ്പൊ നമുക്ക് പാർട്ടിയിൽ ഇപ്പൊ ആരെ ഒന്ന് കണ്ടാലാണ് നല്ലത്. എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം അവിടെ നടത്തണം. പോലീസ് അതിന്റെ ഒരു വാശിയാണ്. ഗബീഷ്, അജീഷ്, ആ സാറ് തന്നില്ലെങ്കിൽ വേറെ സാറ് തരും. അതിനുള്ള നീക്കുപോക്കുകൾ ഞാൻ നടത്തുന്നുണ്ട്. KP ജിഷൻ, നിനക്ക് ഞാൻ ജോലി മേടിച്ച് തരും. ഇല്ലെങ്കിൽ ഞാൻ ജോലി രാജിവെക്കും. പോരെ? ധൈര്യമായിട്ടിരിക്ക്. ഇതെന്താ വെള്ളരിക്കപ്പെടണമെന്നല്ല. ഓക്കെ മോനെ, ഓക്കെ. ഞാൻ വിളിച്ചോളാം. ഞാൻ ചോദിച്ച വിഷയം നീ ഡൈവേർട്ട് ചെയ്യാതെ നീ ആ കാര്യം പറ. അല്ലെ, അതിന് നമ്മുടെ പാർട്ടിയിൽ പറ്റിയ ഒരാളുണ്ട്. നമ്മുടെ മടത്തറ മണിയാശാനില്ലേ, പുള്ളിയെ വിളിച്ചാൽ മതി. അല്ലെ, പുള്ളി വിചാരിച്ചാൽ നടക്കും. മണിയാശ? പിന്നെ മണിയാശാന ഇപ്പൊ സംസ്ഥാന ഘടകത്തിലെന്തോ പിന്നെ വലിയ ആളല്ലേ. ഞാനേ കുറെ നമ്മൾ മുമ്പ് ഒരു പാർട്ടി മീറ്റിംഗിൽ കണ്ട് സംസാരിച്ചാണ്. ഇപ്പൊ കുറെ ആയി സംസാരിച്ചിട്ട്. അളയാ, വേറൊരു കാര്യം ഞാൻ പറഞ്ഞ, അപ്പുക്കുട്ട സാറിനെ എങ്ങനെ ഭേദമാ? ഇയാളെ ഏറ്റാ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ടില്ലെങ്കിലും അപ്പുക്കുട്ട സാറിനെ ഞാൻ വിളിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതാണ് ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചത്. മണിയാശാനെ വിളിക്കാം അല്ലേ? വിളികളെ ധൈര്യമായിട്ട് എനിക്ക് നല്ലത്. എന്ത് വല്ലയാണോ? ആശാനെ നമസ്കാരം. അതെ. ഓഹോ, ഒത്തിരി നാളായി. അങ്ങനെ പോകുന്നു, കുഴപ്പമില്ല. ഞാൻ അറിഞ്ഞു. ഇല്ല, നല്ലതായിട്ട് പോണം ആശാനെ. നോക്കാം. ഞാനിപ്പോ വിളിച്ചതേ, അത് നമ്മുടെ ഇവിടെ പൂജപ്പുര സ്റ്റേഷനില് എനിക്കൊരു ചെറിയ കേസ് ഒന്ന് ഹാൻഡിൽ ചെയ്ത് തരണം. ഒന്നുമില്ല, ഞാനിപ്പോൾ വി ഹെൽപ്പ് സ്ഥാപനമായിട്ട് പോവാണല്ലോ. അപ്പം അവിടെ വന്നൊരു ചെറിയൊരു പയ്യൻ്റെ ഒരു പോലീസ് ക്ലിയറൻസിന് പേപ്പർ മേടിക്കണം. അപ്പം അതിന് അവിടുത്തെ ഒരു പോലീസുകാരന് ഇത്തിരി ഇടങ്കോലാണ്. അതൊന്ന് ക്ലിയർ ചെയ്ത് എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ഒന്ന് മേടിച്ച് തരണം. ആയിക്കോട്ടെ. ശരി. ശരി ആശാനെ, ഞാൻ എന്നാ വിളിച്ചോളാം. ഞാൻ വിളിക്കാം. വലിയ പോരാ. ഓഹോ, നോക്കാം. ഓക്കെ. താങ്ക് യു. എന്തായി? ആശാനോട് വരെ പാർട്ടിയിലേക്ക് തിരിച്ചു. എല്ലാരും പറഞ്ഞോണ്ടിരിക്കല്ലേ, അതൊക്കെ നമുക്ക് ആലോചിക്കാം. ആശ ഏറ്റെടുത്തിട്ടുണ്ട്. ആശാൻ വിളിച്ചോളാം. അപ്പൊ അളിയന്റെ കാര്യം ഓക്കെ ആയല്ലോ. അപ്പൊ ഞാൻ വിട്ടോട്ടെ അളിയ, ജില്ലാ കമ്മിറ്റി തുടങ്ങുന്ന സമയം വിട്ടോ. ഓക്കെ. ഞാൻ KP അജീഷ്. അപ്പൊ ശരി. മോനെ KP അജീഷേ, നിന്റെ ക്ലിയറൻസ് പേപ്പർ ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടാ. ബാക്കി രജിസ്ട്രേഷനും പരിപാടികൾക്കും തയ്യാറായിക്കോ. പിന്നെ ഞങ്ങൾ കഴിച്ച്. രാത്രി ചോറില്ലായിരുന്നു, ചപ്പാത്തി. അവിടെ എന്ത് മീൻ കിട്ടി? എന്ത് പറ്റി? ഉണക്കമീനായത്? മീൻ വാങ്ങിച്ചില്ലേ? കുഞ്ഞമ്മച്ചി എന്ത് ചെയ്യുന്നു? കിടന്നോ ഇത്ര നേരത്തെയാ?
ഇല്ലില്ല, റൊണാൾഡോ ചേച്ചൻ വന്നില്ല. ചില ദിവസങ്ങളിൽ നേരത്തെ വരും റോസ് ചേച്ചി, ചില ദിവസങ്ങളിൽ താമസിച്ചു വരും. വർക്ക്ഷോപ്പിൽ പണിയുള്ള ദിവസങ്ങളിലൊക്കെ താമസിച്ചാ വരുന്നത്. പിന്നെ വേറെന്താ വിശേഷം? പിള്ളേരൊക്കെ തിരക്കിന്ന് പറയണേ. അതെ, ക്ലീറ്റോ ചേട്ടൻ വരുന്നു. അന്നേ വിളിക്കാട്ടാ. ശരി. ഇതൊക്കെയാണ് റോസ് ചേച്ചി. അവളുടെ വിശേഷം എന്താ? ചുമ്മാ ഇടക്കിടക്ക് വിളിച്ചോണ്ടിരിക്കും. എന്തേ, ചപ്പാത്തി എടുക്കട്ടെ? വാ. ചപ്പാത്തിയാ? എനിക്കിപ്പൊ തന്നെ മൃഷ്ടാനം കഴിച്ച ആ ഒരു പ്രതീതിയാണ്. ഓ, അപ്പൊ എവിടുന്നോ കോൾ ഒപ്പിച്ചിട്ടുണ്ട്. ഏതോ പാവങ്ങളെ പറഞ്ഞു പറ്റിച്ച് ചട്ടിയിലാക്കിയാണ്. പാവങ്ങളെ കാര്യം അവിടെ നിൽക്കിട്ട്, പക്ഷെ ഏമാന്റെ കാര്യം നാളെ ചട്ടിയിലാവും. ഏതാണ്ട് ആ അവസ്ഥയിലാണ്. അയ്യോ, എന്താ? ഇന്ന് ഉച്ചയ്ക്കാണ് ഞാൻ ഇവന്റെ തലവര മാറ്റിയത്. ഓ ഭീഷണി. പിന്നെ ലില്ലിമള, നിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. എന്താ ക്ലീറ്റോ ചേട്ടാ? നിനക്കേ വയനാടാണോ ഇടുക്കിയാണോ ഇഷ്ടം? എടി, എനിക്ക് അങ്ങനെ ചോദിച്ചാ ഇനി നിനക്ക് മനസ്സിലായില്ലേ? എന്നെ ഇദ്ദേഹം സ്ഥലം മാറ്റാൻ പോകുന്നു. നീ ആരാടാ ഈ ഭീഷണിപ്പെടുത്തുന്നത്? എന്തോ ഭീഷണിയാണോ ഏഷണിയാണോന്നൊക്കെ നാളെ അറിയാം. എടാ, നീ തടഞ്ഞു വെച്ച ക്ലിയറൻസ് ഉണ്ടല്ലോ, അത് നാളെ ഞാൻ നേടിയിരിക്കും. ഒപ്പം നിന്റെ ട്രാൻസ്ഫറും. നീ മൂക്കുകൊണ്ട് വരച്ചാ പോലും കിട്ടൂല. പിന്നെ എന്റെ ലില്ലിമോളെ, ആ KP അജീഷ് ഉണ്ടല്ലോ, ഒരു പാവം ചെറുക്കനാണ്. ഇവൻ ക്ലിയറൻസ് കൊടുക്കാതെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? പക്ഷെ അത് ക്ലീറ്റസ് ഉള്ളപ്പോൾ അത് നടക്കൂല. അത് ഞാൻ മേടിച്ചു കൊടുക്കും. അതിന് ഞാൻ മേളിൽ അതിനുള്ള ഏർപ്പാട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാളെ നോക്കിക്കോ, നാളെ ക്ലിയറൻസും അവന്റെ ട്രാൻസ്ഫറും രണ്ടും ഒരുമിച്ച് കിട്ടും. എന്റെ ക്ലീറ്റോ ചേട്ടാ, വെറുതെ അബദ്ധമൊന്നും കാണിച്ചു വെക്കല്ലേ. വെറുതെ വാശിപ്പുറത്ത് ഓരോന്നോ കാണിക്കും, എന്നിട്ട് വെറുതെ കൈകാലിട്ടടിക്കും. ക്ലീറ്റസ് മത്തായി ഇപ്പൊ ഈ മുഖം നോക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് വേണ്ടെന്ന് വെച്ചാൽ അത് ഞാനങ്ങ് മറന്നു. ആ പരിപാടി ഇല്ല. നാളെ എല്ലാത്തിനുള്ള ഏർപ്പാട് ഞാൻ വേണ്ടടുത്ത് ചെയ്ത് വെച്ചിട്ടാണ് വന്നത്. പ്രമാണമൊക്കെ എടുത്ത് റെഡി ആക്കിക്കോളിയോ. ചപ്പാത്തി എടുത്തു വെക്കട്ടെ? വേണ്ട, കഴിച്ചില്ലെങ്കിൽ പോലും ഇപ്പൊ സന്തോഷം കൊണ്ട് എന്റെ വയറ് മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇനി ഇങ്ങനെ നടന്നാ പറ്റൂല. തൊപ്പി വേണം, സ്വെറ്റർ വേണം, നല്ല ഷൂസ് വേണം. കുന്നും മലയൊക്കെ ഉള്ള സ്ഥലമായിരിക്കും, കാടും. ഒരു തോക്കും കൂടെ കരുതിക്കോ മൃഗങ്ങളെ വേട്ടയാടാൻ. ഇതൊക്കെ നമ്മൾ എത്ര കേട്ടിരിക്കുന്നേ. നമസ്കാരം സിസ്റ്ററെ. നമസ്കാരം. KP അജീഷ്. മനസ്സിലായി. എന്ത് സാറ്? ക്ലീറ്റോ ചേട്ടനാ? ക്ലീറ്റോ ചേട്ടാ, KP അജീഷ് വന്നേക്കുന്നു. നമസ്കാരം. നമസ്കാരം സാറേ. നമസ്കാരം. ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി. ലില്ലിമോളെ, ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊടുക്കേണ്ടത് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അത് കിട്ടിയിട്ടുണ്ട്. ഒന്ന് നേരെ കണ്ടോ, ഒന്ന് നല്ലപോലെ കണ്ടോ. ഇതാണ് ആ സാധനം, ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അല്ല, ചിലരൊക്കെ ഇവിടെ പറയുന്നത് കേട്ടോ, എന്തോ 25-ാം പ്രതിക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടാണ്, ബുദ്ധിമുട്ടാണ്. ഹേയ്, മേളിൽ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടെന്നുള്ള കാര്യം പലർക്കും ഓർമ്മയില്ല. ഇപ്പം എങ്ങനെയുണ്ട്? ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം ഇതാ നടന്നിട്ടുണ്ട്, ക്ലിയറൻസ്. ഇനി രണ്ടാമത്തെ കാര്യം അത് പിന്നാലെ വരും കേട്ടോ, തയ്യാറായിരുന്നോ? ഞാൻ പെട്ടി സാധനങ്ങളൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. നീ എത്രയും പെട്ടെന്ന് ചെയ്യണേ അങ്ങ് ചെയ്യ. ഓ, ഒന്നുമില്ല, ഇണ്ടാസിപ്പോ വരും, നീ തയ്യാറായിരുന്നോ മോനെ? നമുക്കേ ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ. ഓഫീസിലുള്ള രജിസ്ട്രേഷൻ പരിപാടിയിൽ നടന്നു ഓടിയോ. പോട്ടെ. അപ്പം KP അജീഷ് പോട്ടെ. നമസ്കാരം. വാ. നടന്നോ. കളിക്കുമ്പോൾ തരത്തിൽ പോയി കളിക്കണമെന്നൊക്കെ നീ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ? അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. മേളിൽ ഒരുപാട് ഉദ്യോഗസ്ഥർ നിന്റെ മുകളിൽ ഉണ്ടെന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചോ. പിന്നെ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് വെച്ചോ. ചിലപ്പോൾ തണുപ്പുള്ള എങ്കിലും സ്ഥലത്തായി കമ്പിളി എടുത്ത് വെച്ചോ, മറക്കണ്ട.
സീറ്റ്സ് ആയിട്ട് ഞാൻ വരാം. കേട്ടോ ഈ ക്ലീറ്റോ ചേട്ടന്റെ ഒരു പിടിയേ. എന്റെ കർത്താവ്, ഇനി ക്ലീറ്റോ ചേട്ടൻ എങ്ങാനും പറഞ്ഞ പോലെ ഏട്ടന് ട്രാൻസ്ഫർ ആവുമോ? എന്തുകൊണ്ട് ചിരിക്കണ? ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. എടി യവൻ ഈ പറഞ്ഞ പോലെ യവൻ ഏതോ ലോക്കൽ നേതാവിനെ പോയി കണ്ടിട്ട് DSP യോട് സംസാരിച്ചു. DSP അത് സർക്കിളിന്റെ അടുത്ത് കൈമാറി. സർക്കിൾ സ്വാഭാവികമായിട്ട് എന്റെ അടുത്ത് അന്വേഷിച്ചു. ആ സമയത്ത് ഞാൻ എന്തെങ്കിലും ഒരു ഒബ്ജക്ഷൻ പറഞ്ഞിരുന്നെങ്കിൽ ആ കണ്ണാടിയും വെച്ച് പോയ KP അജീഷിന് ക്ലിയറൻസും കിട്ടും, ഒരു പുല്ലും കിട്ടൂല. ഏട്ടനാണ് ശരിയാക്കിയത്. ഞാൻ എന്തെങ്കിലും മിണ്ടിരുന്നെങ്കിൽ നടക്കില്ലല്ലോ. അതെന്താ മിണ്ടാഞ്ഞത്? ഞാൻ അന്വേഷിച്ചപ്പോ ഈ പയ്യൻ അങ്ങനെ ഒരു പാവപ്പെട്ട പയ്യനാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളായിട്ട് എന്തിനാണ് ഇവിടുത്തെ ഭാവി തെളിയിക്കുന്നത്? എന്നാ പിന്നെ അതിപ്പോ ക്ലീറ്റോ ചേട്ടനോട് ഏട്ടന് പറയായിരുന്നില്ലേ? എന്തിന്? ഇപ്പൊ അവന്റെ വിചാരം എന്താണ്? അവൻ എന്തോ മല മറിച്ചെന്നാണ്. അതിന്റെ സന്തോഷത്തിലാണ് ചാടിത്തുള്ളിയൊക്കെ പോയേക്കുന്നത്. വെല്ലും വിളിച്ചു പോയ കണ്ടില്ലേ? അവന്റെ സന്തോഷം നമ്മളെന്തിട്ട് കിടത്തുന്നത്? പിന്നെ ഞാനും അവനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറയും. പക്ഷേ മറ്റൊരാളുടെ മുമ്പ് എന്റെ അളിയൻ കൊച്ചാവുന്ന എനിക്ക് താല്പര്യമില്ല. എന്റെ കർത്താവേ, ഇങ്ങനെ രണ്ട് അളിയന്മാര് നേർക്ക് നേരെ കണ്ട രണ്ടും കീരിയും പാമ്പും. രണ്ടിന്റെ ഉള്ളിലിരിപ്പാണെങ്കിലോ ചക്കരയാടെ. നിങ്ങളെന്ത് ഇങ്ങനെ? ഒരു സുഖം, വല്ലാത്ത സുഖവാ.